ഉമ്മ തന്റെ മകന്റെ മൂന്നാമത്തെ പിറന്നാളിന് ആ മകന് ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കൊടുത്തു. അന്ന് ആ മകൻ ഉമ്മാനോട് തിരിച്ചു ചോദിച്ചു, ഉമ്മ, എന്റെ 10ാമത്തെ പിറന്നാളിന് ഉമ്മ എന്താ എനിക്ക് സമ്മാനം തരിക? ആ ചോദ്യത്തിന്റെ മുൻപിൽ ആദ്യം ഉമ്മ ഒന്ന് അമ്പരന്നെങ്കിലും ഉമ്മ തിരിച്ചു പറഞ്ഞു, മോനെ, അന്ന് എന്റെ മോൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് ഉമ്മ എനക്ക് തരും. തന്റെ 9ാമത്തെ വയസ്സിൽ ആ കുട്ടി പെട്ടെന്ന് ബോധം കെട്ടു വീഴുന്നു. പരിശോധനക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി കരള് മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഈ കുഞ്ഞിന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. കരളെല്ലാം മാറ്റിവെച്ച് ആശുപത്രി വാസത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മകന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേയുള്ളൂ, എന്റെ 10ാമത്തെ പിറന്നാളിന് എന്റെ ഉമ്മ എനിക്ക് തരുമെന്ന് പറഞ്ഞ സമ്മാനം അതെന്താണെന്നറിയണം. വീട്ടിലേക്ക് കയറി വന്ന മകൻ ആ വീട് മൊത്തം തെരഞ്ഞു, ഉമ്മയെ കാണുന്നില്ല. അവസാനം സങ്കടപ്പെട്ട് തന്റെ വാപ്പാന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പം കണ്ണുനീരുകൾ താടികൾക്കുള്ളിലൂടെ ഒലിച്ചു ചാടുന്ന പിതാവിന്റെ മുഖത്ത് നോക്കി ആ മകൻ ചോദിച്ചു, ഉപ്പാ, എന്റെ ഉമ്മ എവിടെ? ആ ഉമ്മ എനിക്ക് തരാമെന്ന് പറഞ്ഞ സമ്മാനം എവിടെ? പിതാവിന്റെ കൈകളിലുള്ള ഒരു എഴുത്ത് മകന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ ആ എഴുത്ത് വായിച്ച മകൻ ഇങ്ങനെ വായിച്ചു, പൊന്നുമോനെ, മോൻ എന്നോട് ചോദിച്ചു 10ാമത്തെ പിറന്നാളിന് ഉമ്മ എന്താ എനിക്ക് സമ്മാനം തരിക എന്ന്. എങ്കിൽ നീ അറിഞ്ഞ മോനെ, നിന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള കരള് അത് ഉമ്മാന്റെ കരളാ മോനെ. ഇതാണ് മനുഷ്യരെ ഒരു ഉമ്മയുടെ ആയം, ഒരു ഉമ്മ എന്ന വാക്കിന്റെ പൊരുള്. അറിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ജീവിതത്തിലേക്ക് ഒരു വൈവാഹിക ജീവിതത്തിന് ശേഷമാ പല മക്കൾക്കും തന്റെ മാതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുക. എനിക്ക് പറ്റിയിട്ടുണ്ട്. വയറിലേക്ക് ഗർഭം കൊരുക്കുന്ന കാലം മുതൽക്ക് ഒരു പെണ്ണനുഭവിക്കുന്ന വേദന, ഒരു ഉമ്മ അനുഭവിക്കുന്ന ത്യാഗം, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാതെ ഓരോ മാസവും തന്റെ വയറിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് തന്റെ അരക്ക് താഴോട്ടുള്ള കടച്ചിലും വേദനയും കൊണ്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് സുഖസുന്ദരനായി കിടന്നുറങ്ങിയാലും ബാക്കി പ്രസവിച്ചിട്ട പല മക്കൾ പല റൂമിൽ കിടന്നാലും ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ രാത്രികളിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾ കാണാത്തത് കൊണ്ടാ മക്കളെ ഉമ്മ എന്ന വാക്കിന്റെ പൊരുള് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത്. പല മക്കളുടെയും വാക്കുകളെ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ഉമ്മമാരില്ലേ? ചില മക്കൾ പറയാറുണ്ട്, ഈ ഉമ്മാന്റെ ഒന്ന് മരിച്ചു പോയാ മതിയായിരുന്നു എന്ന്. 9 മാസം ഗർഭത്തിലും 2 വർഷം ഒലയൂട്ടിയിട്ടും പിന്നീട് അങ്ങോട്ട് പരുന്തിനും കാക്കക്കും കൊടുക്കാതെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകള്, ഒരു മകന് ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയുന്നത് ജയിക്കാനാണെങ്കിലും ആ മുറിവ് ഉമ്മാന്റെ മനസ്സിലുള്ള കാലത്തോളം പടച്ചറബ് ആ മക്കളോട് പൊറുക്കില്ല എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ അനുസരിക്കുകയും അവന്റെ പ്രവാചകനോട് നീതി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനുസരണയോടുകൂടി നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കണം. ആ മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നും ആ മാതാവിന്റെ കണ്ണുകളിൽ നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കളോട് ചോദിക്കുക, അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുമ്മനെ?